കോഴിക്കോട് താമരശ്ശേരിയിൽ മധ്യവയസ്കനെ ഇരുമ്പ് പൈപ്പും ആയുധങ്ങളും ഉപയോഗിച്ച് മർദ്ദിച്ചെന്ന് പരാതി. കക്കടംപൊയിൽ സ്വദേശി അബ്ദുള്ളയ്ക്കാണ് പരിക്കേറ്റത്. മദ്യവിൽപ്പനയെ തുടർന്നുള്ള തർക്കമാണ് മർദ്ദനത്തിന്റെ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ദിലിഷ തിലകൻ ചേരുന്നുണ്ട്. ദിലിഷ, എന്താണ് ഈ അക്രമത്തിന് കാരണം? വിശദാംശങ്ങൾ. ഗൗതം, ഇന്ന് രാത്രി ഏകദേശം 9 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കക്കാടംപൊയിൽ സ്വദേശി അബ്ദുള്ളയ്ക്കാണ് പരിക്കേറ്റത്. മദ്യവിൽപ്പന സംഘം മധ്യവയസ്കനെ ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. ഈ കൂടത്തായി കോടഞ്ചേരി റോഡിൽ പഞ്ചായത്ത് കിണറിന് സമീപം വെച്ചാണ് ഇരുമ്പ് പൈപ്പും മാരക ആയുധങ്ങളും ഉപയോഗിച്ച് ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചത്. ഈ അബ്ദുള്ളയുടെ കയ്യെല്ല് പൊട്ടുകയും മുഖത്ത് ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മദ്യവിൽപ്പനയെ തുടർന്നുള്ള തർക്കം തന്നെയാണ് ഈ മർദ്ദനത്തിന് ഇടയാക്കിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ചില്ലറ മദ്യവിൽപ്പന നടത്തുന്ന 2 സംഘത്തിനടുത്ത് 100 രൂപയ്ക്ക് മദ്യം ആവശ്യപ്പെട്ട് അബ്ദുള്ള ചെല്ലുകയായിരുന്നു. എന്നാൽ 200 രൂപയിൽ കുറച്ച് മദ്യം നൽകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വാക്കുതർക്കം ഉണ്ടാവുകയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ മദ്യം വിൽക്കണ്ട എന്ന് അബ്ദുള്ള പറയുകയും ഇത് തർക്കത്തിലേക്കും മർദ്ദനത്തിലേക്കും എല്ലാം നീങ്ങുകയായിരുന്നു. എന്തായാലും അബ്ദുള്ളയെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കയ്യെല്ല് പൊട്ടുകയും മുഖത്ത് ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഏറെക്കാലമായിട്ട് ഈ സ്ഥലത്ത് മദ്യവിൽപ്പന നടക്കുന്നുണ്ട്. ഇതുമായി തുടർന്ന് പല തരത്തിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഗൗതം, ശരി, ദിലിഷയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്.